കൊടുമുടിക്കാവിൽ പൂരമായിട്ട് ഞങ്ങൾ രാവിലെ തന്നെ തൊഴാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മൂന്നാളും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. പിള്ളേർക്ക് എക്സാം ഉണ്ട്, തൊഴുത് ഇറങ്ങിയിട്ട് വേണം അവർക്ക് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ കാലത്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നേരം വൈകിയാലോ തിരക്കുണ്ടാവും ബ്ലോക്ക് ഉണ്ടാവും എന്നൊന്നും അറിയില്ലല്ലോ. ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബസ്സൊക്കെ കിട്ടി. ബസ്സിലൊന്നും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കൊടുമുടി ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചു കേട്ടോ. എന്താ വെച്ചാൽ പിള്ളേർക്ക് 9 മണിക്ക് സ്കൂളിലെത്തണം. അപ്പോൾ നേരം വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. വഴി നീള പൊരിക്കച്ചവടവും അതുപോലെ വള മാല പീപ്പിളി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് പൂരപ്പറമ്പിലില്ലേ ഇങ്ങനെ വെറുതെ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. പക്ഷേ അത് അതിനുള്ള നേരം ഉണ്ടായിരുന്നില്ലേ. തൊഴുതിട്ട് വേഗം നമുക്ക് ഷടയം തന്നെ പോരണം കേട്ടോ. തൊഴാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള തിരക്ക് ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. നേരത്തെ കാലത്ത് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ അത്യാവശ്യം തിരക്കുണ്ടേനു കേട്ടോ. വഴിപാടും കാര്യങ്ങളൊക്കെ രസീതാക്കിയിട്ട് ഞങ്ങൾ വേഗം തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൂലസ്ഥാനത്തും കൂടെ കയറി തൊഴുതിട്ട് പോരാന്ന് വിചാരിച്ചു. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ. രാവിലെ തൊഴുത് ഇറങ്ങിയപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, പൂര ദിവസം തൊഴുത് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാറുണ്ട്. ഇന്നും അതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാജേട്ടനില്ലാത്ത മിസ്സിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊല്ലം ഞങ്ങൾ രാവിലെ കൊടുന്ന് തൊഴിക്കുക ഷാജേട്ടനാണ്. ആളുടെ തട്ടകത്തിൽ പൂരമായതുകൊണ്ട് തന്നെ ആൾ നല്ലോണം ആർമാദിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു പൂരത്തിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളിവിടെ ഉണ്ടാവും. എൻ്റെ നാട്ടിൽ ചാത്തങ്കാവിലെ ഉത്സവമായതുകൊണ്ട് തന്നെ രാവിലെ കൊടുമുടിക്കാവിൽ തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ ആ പൂരത്തിന് ഇവിടേക്കാണ് കേട്ടോ പോരുക, ചാത്തങ്കാവിലേക്കാണ് പോരുക. അങ്ങനെ പിന്നെ നമ്മൾ കൊടുമുടിക്കാവിലൊക്കെ തൊഴുതിറങ്ങിയിട്ട് വളാഞ്ചേരി എത്തിയിട്ട് പിള്ളേർക്ക് ചായ വാങ്ങി കൊടുക്കാൻ വേണ്ടി നിൽക്കുക. എന്താ വെച്ചാൽ അവർക്ക് നേരെ ഇനി എക്സാമിന് പോകണം. അപ്പോൾ ഇനി വെറും വയറ്റാൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് മസാല ദോശയും കാര്യങ്ങളൊക്കെ പിള്ളേർക്കും ഞാൻ 2 വടയും ചായയോടെയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.